വാശിയേറിയ അടികളാണ്. ഇതൊക്കെ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ആൾക്കാരിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് കേട്ടോ. ഉള്ള എക്സ്പീരിയൻസ് ആണ് അത്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് പന്താവൂരാണ്. പന്താവൂർ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കളരി ആശാനുണ്ട്, കുഞ്ഞിപ്പക്ക കളരി ആശാൻ. എല്ലാവരും ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ഒന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ കളരി പഠിപ്പിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാത്രി അയക്കണം. എന്തായാലും ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കളരി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വല്ല ഒഴിച്ചലോ അല്ലെങ്കിൽ തൈലോ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെടാമെങ്കിൽ ഈ ഇതിൽ നമ്പർ ഞങ്ങൾ കൊടുക്കും. അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരായിട്ട് വിളിച്ച് സംസാരിക്കാം. കളരി പഠിക്കണമെങ്കിൽ കളരി പഠിക്കാം. അതിനുള്ളൊരു അവസരം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കളരിയുടെ ആശാനായ കുഞ്ഞിപ്പക്കാനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വരൂ. അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പക്ക, കളരി ആശാനാണ്. വർഷങ്ങളെ പഴക്കമുള്ള ഒരു ആശാനാണ്. എത്ര വർഷമുണ്ട്? 40 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അഭ്യാസങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഇപ്പോൾ അഭ്യാസങ്ങളൊക്കെ അത്യാവശ്യക്കാർക്ക് മാത്രമാണ് അഭ്യസിപ്പിക്കുന്നുള്ളൂ. നേരത്തെ പല രൂപത്തിലും വലിയ അഭ്യാസങ്ങൾ ഉണ്ടായതാണ് ഇവിടെ. ഇപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെയാണ് വേറെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഒഴിച്ചലുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല ഈ പെരടി വേദന, കാലുവേദന, കൈവേദന അങ്ങനെയൊക്കെ അവർക്ക് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ കിടത്തി ഒഴിച്ചിട്ടുണ്ട്. അന്ന് തന്നെ കിടത്തി ഒഴിച്ചലല്ല, അത് വന്ന തന്നെ ഒഴിഞ്ഞ്. അപ്പോൾ ഒരു പഴയപോലെയുള്ള ആരോഗ്യത്തിന് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് അതിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ നല്ല രീതിയിൽ ചെയ്തിരുന്നു, ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പന്താവൂർ കുഞ്ഞിപ്പ കുരുക്കൾ എന്ന് പറഞ്ഞാലാണ് ആരും അറിയപ്പെടുള്ളൂ. ഞാൻ ഇപ്പോൾ പന്താവൂരുള്ളത്, കുഞ്ഞിപ്പക്കാൻ്റെ ആ കളരി പഠിപ്പിക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ആയുധങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? തൈലം ചെയ്യുന്നുണ്ട്. തൈലം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ആ തൈലം കൊറിയറായിട്ടും കിട്ടും, നേരിട്ട് വന്നാൽ നേരിട്ടും കിട്ടും അല്ലേ? ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാൻ മാർഗം ഉണ്ടാവും. അപ്പോൾ ഗൾഫിലേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരവരുടെ വീട്ടുകാർ വന്നിട്ട് വാങ്ങിക്കിട്ട് കൊടുത്തു വിട്ടാലും മതി. നല്ല ഗുണം ചെയ്യുന്ന തൈലാണ്. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഈ തൈലൊക്കെ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേദന എന്തിനുള്ളൊക്കെ തൈലം നമ്മൾ കൊടുക്കുന്നത്? വാദസംബന്ധമായ തൈലം ആവശ്യങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കേരളത്തിൽ എവിടെ ആണെങ്കിലും ഒരു കൊറിയറായിട്ട് അയച്ചു തരും. അല്ലാത്ത ഗൾഫിലേക്ക് നേരിട്ട് അയക്കുന്നില്ല. പിന്നെ നേരിട്ടും വാങ്ങാനും സംവിധാനമുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഈ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറിൽ. പിന്നെ ഇവരെ കളരി പഠിപ്പിക്കുന്ന ഒരു ആയുധങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്, അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ സാധനം? ഇതാണ് വലിയ പഴക്കമുള്ള സാധനം കേട്ടോ. കാണാണ്ടായി, രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാനുണ്ടാന്ന് അറിയില്ല. ഇതാണ്ടോ, ഇതാണ് അതിൻ്റെ വാള്, കളരിക്ക് പറ്റിയ വാള്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സാധനം കൂടെ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ പേരെന്താ? പരിച. ഇതാ വാളും പരിച. ഇതെങ്ങനെ ഇതിൻ്റെ അഭ്യാസം കളിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളികൾ. കണ്ടാ, നല്ല പഴക്കമുള്ള സാധനം തന്നെ, നല്ല വെയിറ്റും ഉണ്ട്, കുറച്ച് തുരുമ്പൊടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അഭ്യാസം പഠിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അഭ്യാസം ഇവിടെ ആവശ്യക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭ്യാസം കരസ്ഥമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പന്താവൂർ കുഞ്ഞിപ്പ കുരുക്കളെ കാണുക, സംസാരിക്കുക, വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതിന് ശേഷം നിങ്ങളിവിടെ വന്നിട്ട് അഭ്യസിക്കുക. ഓക്കെ, ഇതെന്ത് അഭ്യാസമാണ്? പന്തീരം പറഞ്ഞ അഭ്യാസമാണ് ഇപ്പോൾ കാണിക്കുന്നുട്ടാ. മോളെ പേരെന്താ? ഫർസാനയുണ്ട് നമുക്ക് ഈ അഭ്യാസം കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ അഭ്യാസം. അവൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇതുണ്ട്, അതുപോലെ അഭ്യാസം പഠിപ്പിക്കാൻ ഇവിടെ ഉണ്ട്. പഠിക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വന്നാൽ നമ്മുടെ ആശാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇത് വേണ്ട ഇത്ര സ്പീഡിൽ. ഇതിൻ്റെ പേരെന്താ? തണ്ടിൻ്റെ പന്തീരാം വടി. അത് കറക്കണുണ്ടില്ലേ? 4-5 വടിയായിട്ട് തോന്നുന്നു ഇവിടെ നോക്കുമ്പോൾ അല്ലേ? ഒരു 5-6 വടി ഉണ്ടല്ലോ. 5-6 വടി ഉണ്ട്, ആകെ ഒരു വടി ഉള്ളൂ.
പക്ഷേ നല്ല കറക്കൽ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആണത്. അതുപോലെ അഭ്യാസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ ഒരു അഭ്യാസം കൊണ്ട് കാണിക്കുമോ? ഇത് മാത്രമേ ഉള്ളൂ പഠിച്ചിട്ടുള്ളൂ? അടുത്ത അഭ്യാസം നമുക്ക് കാണിച്ചു തരും കേട്ടോ. വേറെ സ്റ്റെപ്പാട്ടാ, അടുത്ത വേറെ സ്റ്റെപ്പാണ് വരുന്നത്. നല്ലൊരു വീശിയിട്ട് തന്നെ കേട്ടോ. ആര് വന്നാലും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. ഇതിൻ്റെ പേരെന്താ ഈ അഭ്യാസത്തിൻ്റെ? വടിപ്പയറ്റ്. വേറെ ഏതെങ്കിലും അഭ്യാസം ഉണ്ടോ ഇനി ഇതുപോലെ? അത് കഴിഞ്ഞിട്ട് അഭ്യാസം വേറെ ഉണ്ട് കേട്ടോ. അവസാനം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ പേരെന്താണ്? വടിപ്പയറ്റ് കേട്ടോ. ഒന്ന് കാണിച്ചേ. അത് 2 വടിയാണ് ഇപ്പോൾ കയ്യിലുണ്ട് കേട്ടോ. ആര് വന്നാലും നേരിടാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ അഭ്യാസം പഠിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾ പഠിച്ചിരിക്കേണ്ട അഭ്യാസങ്ങളാണ് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത്. 8ാം ക്ലാസ്സിൽ പഠിക്കണതാണ് അവൾ. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ ടൈമും കാര്യങ്ങളും പറയും. നേരിട്ട് വന്നിട്ട് ഇവിടുന്ന് പഠിക്കാം. ഓക്കെ. അടുത്ത അഭ്യാസം നമുക്ക് കാണിച്ചു തരുന്നത് ഫർഹാനാണ്, 6ാം ക്ലാസ് പഠിക്കുന്നത്. ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്. കാരണം പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ കണ്ടുവച്ചിട്ട് ആരും ഒന്നും ചെയ്യരുത്. എല്ലാവരും ഇത് പഠിച്ചതിന് ശേഷം മാത്രം ആശാൻ്റെ നേതൃത്വത്തിൽ മാത്രം ഇത് അഭ്യസിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ. അടുത്തതായി നമുക്ക് ഫർസാന തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവർ നല്ല പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇത്രയും വലിയ അഭ്യാസങ്ങൾ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. ഇതെല്ലാം അഭ്യസിച്ചതിന് ശേഷം ആശാന നിർദ്ദേശപ്രകാരം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്കിത് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതാണ്. ഇടയിലെ ആൾക്കാരൊക്കെ നോക്കിക്കോ, താത്താനെയും ഉമ്മാനെയും വല്യമ്മനെയും ഒക്കെ. അപ്പോൾ ആ മനസ്സിലെ അപ്പോൾ നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു തന്ന ഫർസാനാണ്
വാങ്ങാം. അല്ലാത്തവർക്ക് കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരും. അപ്പോൾ കൊറിയറിൻ്റെ ചാർജുകൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് എത്ര ഇത് 50 രൂപ. ഇത് എത്ര മില്ലിയുടെ? ഇത് 50 മില്ലിയുടെ 50 രൂപ ഉള്ളൂ. ഇതും വേദന സംബന്ധമായ വേറെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. അതിന് കുറച്ച് വില കൂടും, അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിയാൽ മതി. ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ കൊറിയറിലായിട്ട് അയച്ചു തരും. അല്ലാത്തവർക്ക് നേരിട്ടിട്ട് ഈ പന്താവൂർ വന്നാൽ തന്നെ സാധനം ഉടനെ സ്റ്റോക്ക് ഉണ്ട്, ഒന്ന് നേരിട്ട് വാങ്ങാം. പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ വേദനയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ അതിനുവേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്സ്.